എന്തൊക്കെ സ്ട്രഗിൾസ് ആയിരുന്നു ലൈഫിൽ നേരിട്ടിട്ടുള്ളത് സിനിമ ഇൻഡസ്ട്രിയിലേക്ക് വരാനായിട്ട്? ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ജോലിയൊക്കെ റിസൈൻ ചെയ്തതിനു ശേഷം ഞാൻ പ്രേമലു 2024 പ്രേമലു എന്നുള്ള സിനിമ സംഭവിക്കുന്നത്. അതിന് ഇടയ്ക്കുള്ള ഒരു കാലഘട്ടത്തിൽ സിനിമയിലേക്ക് വരാൻ വേണ്ടിയുള്ള ഒരു സ്ട്രഗിൾ എന്ന് ഞാൻ പറയില്ല. ഞാൻ മോസ്റ്റ്ലി എന്നെ ഒന്ന് ഡെവലപ്പ് ചെയ്തെടുക്കുക, എൻ്റെ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യുക, അല്ലെങ്കിൽ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള ഈ പറഞ്ഞ പോലെ പൊന്മുട്ടയൊക്കെ അതിന് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു സമയം, അതിന് മുമ്പുള്ള ഒരു സമയം തൊട്ട് ഗോപിക്ക് എന്നെ അറിയാം. ഈ പറഞ്ഞ പോലെ ഞാൻ സ്മ്യൂളിൽ വെച്ചിട്ടാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. ഞാനൊരു വീഡിയോ ഉണ്ട്, നിങ്ങൾ രണ്ടുപേരും പാടി സ്മ്യൂളിൽ പാടി കൊളാ പിടിച്ചടിച്ചാണ് ഞങ്ങൾ അങ്ങനെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കല്യാണം കഴിക്കാന്നുള്ള ഡിസിഷൻ ആദ്യം പറയുന്ന അവളാണ്. അപ്പൊ ആ സമയത്തും ഒരിടത്ത് എത്തിയിട്ടില്ല. അപ്പോഴും ഈ പറഞ്ഞ പോലെ അങ്ങൊന്നും ഇല്ല എന്നുള്ളൊരു അവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് തന്നെയാണ് പുള്ളിക്കാരി പറഞ്ഞത്, എന്തായാലും നമ്മൾ ഇത്രയും നാളെ 2017 അറിയാം, നമുക്ക് കല്യാണം കഴിക്കാന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചത് കല്യാണം എന്ന് പറഞ്ഞപ്പോ എനിക്ക് അങ്ങനെ വരുമാനം പരിപാടികളൊന്നും ഇല്ല ഇപ്പോഴും. കിട്ടിയാ കിട്ടി, പോയാ പോയി എന്നുള്ള. ചിലപ്പോൾ ചെറിയ ആഡ് ഫിലിം വരും, ചിലപ്പോൾ ഷോർട്ട് ഫിലിം വരും, ഇതൊക്കെ ഉള്ളൂ, വേറെ ഒരു പരിപാടിയില്ല. അപ്പൊ പുള്ളിക്കാരി പറഞ്ഞു നോക്കാം, എന്തെങ്കിലുമൊക്കെ ഞാൻ എന്തെങ്കിലും കൊച്ചിയിൽ വന്നിട്ട് ഞാൻ എന്തെങ്കിലും ജോബിന് പോകാം, ചെറിയ ജോലി ആയാലും കുഴപ്പമില്ല. പിന്നെ ആ സമയത്ത് ഒരുപാട് ചെറിയ ചെറിയ വർക്കുകൾ വരുമായിരുന്നു. അപ്പൊ നമുക്ക് താല്പര്യമില്ലാത്ത വർക്കുകളാണ്, പക്ഷെ പൈസ കിട്ടും. അങ്ങനത്തെ വർക്കുകൾ അതൊന്നും ചെയ്യേണ്ടെന്ന് പുള്ളിക്കാരി എന്നോട് പറഞ്ഞു. വേണ്ട, ഇഷ്ടമുള്ള പരിപാടി ചെയ്താൽ മതി. ഞാൻ പലപ്പോഴും അങ്ങനത്തെ വർക്കുകളിലോട്ട് ചാടിയാലോ, കാരണം അത്രയ്ക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതിന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പുള്ളിക്കാരി. ജോലി ചെയ്തോളാന്ന് പറഞ്ഞു പുള്ളിക്കാരി, ആ ഒരു ഫ്ലോയിൽ പറഞ്ഞാണ് എന്തെങ്കിലും ചെയ്തോളാന്നുള്ളത്. അപ്പൊ ആ ഒരു സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ പ്രേമലു സംഭവിച്ചപ്പോഴും നമ്മൾ ഭയങ്കര ന്യൂട്രലായിരുന്നു. മറ്റേ തുള്ളിച്ചാടൽ എന്നുള്ള അവസ്ഥ അല്ലാണ്ട് പുള്ളിക്കാരി പറയുമായിരുന്നു, അത് നമ്മൾ എപ്പോഴായാലും കിട്ടേണ്ട ഒരു സംഭവം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓവർ ആയിട്ടുള്ള ഒരു ജോലി ഇല്ല, ലൈറ്റ് ആയിട്ട് എടുത്താൽ മതി എന്നുള്ള രീതിയിൽ. അത് ഇപ്പോഴും ഞാൻ അങ്ങനെ തന്നെയാണ് പോകുന്നത് ലൈഫിൽ മൊത്തത്തിൽ.